ഒരിക്കലും തന്നെ ഞങ്ങളെ പേരിൽ അത് ആക്ഷേപിക്കരുത്. ഞങ്ങളെ പേരിൽ MSMന്റെ പേരിൽ ആ പരിപാടി വെക്കാൻ പോണത് എന്ന് പറഞ്ഞ് TPയോട് പരാതി പറയുന്നത് ഞാൻ കണ്ടതാ. ആ MSMനെ സംബന്ധിച്ച് ഈ യോഗത്തിൽ MSM സംസ്ഥാന പ്രസിഡന്റിനെ പറ്റി, സംസ്ഥാന സെക്രട്ടറിയെ പറ്റി പരസ്യമായി അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ചു. ബൈലക്സിൽ ലോകം മുഴുവൻ കേട്ടു. എന്തിനാ സുഹൃത്തുക്കളെ ജാമിയ എന്ന് പറഞ്ഞത്? ISMനെ MSMനെ തകർക്കാനുള്ളതാ. മണ്ണിൽ കടവിൽ വെച്ച് നടന്ന വിശദീകരണത്തിൽ അബൂബക്കർ സലഫിയെ പേരെടുത്ത് വിമർശിച്ചു. കണ്ടോ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ? ISMന്റെ കഴിഞ്ഞ ഇലക്ഷൻ സംസ്ഥാന കൗൺസിലൊക്കെ രൂപീകരിച്ചു. ഇലക്ഷനിൽ KNM പ്രതിനിധി ആരാ പോകുക എന്ന് ചർച്ച വന്നു. KNM സെക്രട്ടേറിയറ്റ് കൂടിയപ്പോ ഇയാൾ പറയാണ്, ഞാൻ പോകുകയാണെങ്കിൽ ഞാനൊരു പാനൽ ഉണ്ട് അവതരിപ്പിക്കും, അത് സ്വീകരിച്ചില്ലെങ്കിൽ ISMനെ പിരിച്ചുവിട്ടിട്ട് ഞാൻ പോരുന്നു. ആര്? അബ്ദുറഹ്മാൻ സലഫി. അപ്പൊ മറ്റൊരു സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണ്, ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയോ അന്നത്തെ ISMന്റെ കൗൺസിലിൽ KNMന്റെ പ്രതിനിധി വന്നു, നൂർഷാ സാഹിബ് അടക്കമുള്ളവർ വന്നു, ഒരു പാനൽ വന്നു. അടുത്ത പാനൽ വരുമോ നോക്കി 15 മിനിറ്റ് കാത്തിരുന്നു. വേറെ പാനൽ വന്നില്ല. അത്ര ഐക്യകണ്ഠ്യേന നടക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത്. അങ്ങനെ വന്ന കമ്മിറ്റിയുള്ളത്. ഇപ്പൊ എന്താ, ഈ ഒക്ടോബർ 7 ഒരു സംസ്ഥാന കൗൺസിൽ നടന്നു. അതിന്റെ ഒരാഴ്ച മുമ്പ് 30/10/2012 ജാമിയയിൽ വെച്ച് ISMനെതിരെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തി. ISMരെ മാത്രം കിട്ടാത്തതുകൊണ്ട് കിട്ടിയ പലരെയും കൂട്ടി. അതിൽ പങ്കെടുത്ത ചിലരിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഇയാൾ അവിടെ വെച്ച് ഗ്രൂപ്പ് മീറ്റിംഗിൽ പ്രസംഗിക്കുകയാണ്, ISMന്റെ പ്രവർത്തന ശൈലി ശരിയല്ല. അങ്ങനെ ഇയാൾ പ്രസംഗിച്ചപ്പോ ചില ആളുകൾ ഇയാളുടെ പ്രസംഗം കേട്ടു, എന്നാണ് പിരിച്ചുവിട്ടൂടെ? പിരിച്ചുവിടാൻ പറ്റില്ല, ഭയങ്കര എതിർപ്പുണ്ടാവും. എതിർപ്പ് വരാതിരിക്കണമെങ്കിൽ ISMന്റെ കൗൺസിലിൽ നിന്ന് തന്നെ പരാതി വരണം. അങ്ങനെ KNMന് പരാതി കിട്ടിയാൽ KNM നടപടിയെടുക്കാൻ എളുപ്പമായി. എന്നിട്ട് എന്താ ഉണ്ടായത്? ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ അത് പറഞ്ഞിട്ട് കഴിഞ്ഞ കൗൺസിലിൽ ചില ആളുകൾ ബഹളം വെച്ചു. കുറച്ചാൾ ബഹളം വെക്കാൻ ഈറ്റ, ബാക്കിയുള്ളവർ ഇരിക്കണം അവിടെ വേറെ എണീക്കുമല്ലോ. ഒന്നായിട്ട് ബഹളായി. അവസാനം ISM നേതാക്കള്, ഭാരവാഹികള് വളരെ സംയമനം പാലിച്ചു. ISMന്റെ കൗൺസിലർമാരെല്ലാവരോടും ഇരിക്കണം എന്നാണ്. അപ്പൊ നോക്കും 6 ആള് മാത്രം ബാക്കിയായി. മജീദ് സലാഹിയുടെ നേതൃത്വത്തിൽ ഗുണ്ടായിസം കളിക്കാൻ വന്നിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇയാൾ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയതിന്റെ പേരിലാണത്. എന്നിട്ടോ കൗൺസിലർമാർ കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ആ കത്ത് കൊടുത്തു. നോക്കുമ്പോ ഒപ്പിട്ടതാരാ? 8 ആള് മാത്രം. മജീദ് സലാഹിക്ക് ഇപ്പൊ ഒരു പുതിയ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബിസ്മി കൺവീനർ. ഇയാളിങ്ങനെ ഓരോ പോസ്റ്റ് കൊടുക്കുക ഓരോരുത്തർക്ക്. അങ്ങനെ മജീദ് ഒപ്പിട്ടില്ല അതിന്. ആ 8 ആളെ കൂട്ടത്തിൽ ഒപ്പിട്ടില്ല മജീദ്. കാരണം അവനറിയാം വഷളാകുന്നത്. 200ഓളം കൗൺസിലർമാരിൽ 8 ആള് മാത്രമാണ് ഒപ്പിട്ട് കത്ത് കൊടുത്തത്. മാത്രല്ല ISMന്റെ ഭാരവാഹികൾ അവിടെ വെച്ച് പ്രസംഗിച്ചു. അപ്പൊ ISMകാരൊക്കെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനോട് സായം തേടുന്നവരെന്നത്. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഞാനിപ്പോ ഉദ്ധരിച്ച ഹദീസൊക്കെ ഉദ്ധരിച്ച് ISM ഭാരവാഹികൾ പ്രസംഗിച്ചത് കേട്ടപ്പോ ബഹളം വെച്ച കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. അവർ കുറ്റബോധത്തോടു കൂടിയാണ് തിരിച്ചു പോയത്. സുഹൃത്തുക്കളെ, കണ്ണൂർ ജില്ലയിലെ കുട്ടികൾ മജീദ് സലാഹിയെ തടുത്തു നിർത്തി ചോദിച്ചു. അയാൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. സുഹൃത്തുക്കളെ, നിഷേധിക്കോ? ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിഷേധിക്കട്ടെ. 30/9/2012 ജാമിയയിൽ ഗ്രൂപ്പ് യോഗം നടന്നത് നിഷേധിക്കാൻ ഈ കോക്കസിന് ധൈര്യമുണ്ടോ? നിഷേധിക്കട്ടെ. കോക്കസിന്റെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ ഫോൺ ചെയ്തോട്ടെ. സൗദിയിലുണ്ടല്ലോ. ആ പങ്കെടുത്തവരെ പേര്, പങ്കെടുത്തവരാരൊക്കെയെന്ന് ഞാൻ പറയും. ഏത് റൂമിൽ ഞങ്ങൾ കൂടിയതെന്ന് ഞാൻ പറയും. ആരൊക്കെ അവിടെ സംസാരിച്ചു എന്ന് ഞാൻ പറയും. ഏത് സമയത്താ കൂടിയെന്ന് ഞാൻ പറയും. തനിച്ച ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. അന്ന് CD ടവറിൽ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയപ്പോ അതിനെക്കുറിച്ച് കരിവള്ളി പരാതി നൽകി, മലപ്പുറം EC ജില്ലാ കമ്മിറ്റി പരാതി നൽകി. ബഹുമാനപ്പെട്ട TPയോട് ഞങ്ങൾ ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ നടപടി എടുത്തിരുന്നെങ്കിൽ, അതുപോലെ KNM, ISM, MSM, MGM സംയുക്ത കൗൺസിലിന്റെ CD പുറത്തുപോയി. അത് മടവൂരികൾക്ക് കൊണ്ടുപോയി കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണെന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമി പരാതി നൽകി. നിങ്ങൾ നടപടിയെടുത്തോ? TP നടപടിയെടുത്തില്ല. നടപടിയെടുക്കാത്തത് കൊണ്ട് വീണ്ടും ഗ്രൂപ്പ് യോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. KNMനെ നശിപ്പിച്ചു, ഇനി ISMനെ നശിപ്പിക്കാൻ പോവാണ്. ഇതൊക്കെ എന്റെ കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവര് നോക്കാത്തത്. എന്റെ 2 കത്തും വായിക്കാത്തതുകൊണ്ട് അറിയോ? അബ്ദുറഹ്മാൻ സലഫിയുടെ വഴിവിട്ട ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തലശ്ശേരി നായർ പറയാത്രേ, ഈ കത്തിൽ എന്നതുപോലെ എന്റെ പേര് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാ പോലെ, അതല്ലല്ലോ എന്റെ മറുപടി പറയണം. ഒന്നിനെങ്കിലും മറുപടി പറഞ്ഞോ? CD ടവർ ഗ്രൂപ്പ് മീറ്റിംഗിന് മറുപടി പറഞ്ഞോ? കൗൺസിൽ CD പുറത്തു പോയത് മറുപടി പറഞ്ഞോ? KKP എന്ന ചാരനെ കൊണ്ടുവന്ന് നടത്തിയതും 40ഓളം പണ്ഡിതന്മാർക്ക് മടവൂരികൾ ഇറക്കിയ കള്ളക്ലിപ്പുള്ള CD കൽപ്പിച്ചതും അതിന് സൗകര്യം ചെയ്തു കൊടുത്തതും അബ്ദുറഹ്മാൻ സലഫിയാണ്.
ജന്യപിശാചി ശില്പശാല ഉണ്ടായല്ലോ കണ്ണൂര്. അവിടുന്ന് ചോദിച്ചു, അന്വേഷണം നേരിടാൻ തയ്യാറുണ്ടോ? തയ്യാറായോ? തയ്യാറായില്ല. എന്താ കാരണം? തയ്യാറാകാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തില് ഒരുപാട് കള്ളപ്രചരണങ്ങൾ ഇപ്പൊ പറയലുണ്ട്. തലശ്ശേരിയിൽ കഴിഞ്ഞ KNM തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് APക്കെതിരിൽ കേസ് കൊടുത്തു. എന്താ സംഭവം എന്നറിയോ? 28/10/2011 കേരള ജമിയത്തുൽ ഉലമ നിലമ്പൂരിൽ വെച്ച് പ്രഖ്യാപിച്ചു KKP അബ്ദുള്ള മടവൂരി ചാരനാണ്. അയാളുടെ കൂടെയുള്ള സിദ്ദീഖ് തലശ്ശേരിയും അതുപോലെ ഹാരിസ് ചേറൂരും മഞ്ഞ പുസ്തകം എഴുതാൻ സഹായിച്ച അവർ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വന്ന ഗൂഢസംഘത്തിന്റെ ഭാഗമാണ്. അപ്പോ അങ്ങനത്തെ ആളുകൾ കള്ള സീഡിയുമായി 40 പണ്ഡിതന്മാരെ കാണാൻ സഹായിച്ച സിദ്ദീഖ് തലശ്ശേരി, ഈ സിദ്ദീഖ് തലശ്ശേരിക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അനുസരിച്ച് തലശ്ശേരി മണ്ഡലം തീരുമാനിച്ച് സ്റ്റേറ്റിനെ അറിയിച്ചു. ഒരാൾക്ക് മെമ്പർഷിപ്പ് നിഷേധിക്കുന്ന മണ്ഡലം കമ്മിറ്റി പറയണമെന്നാണ്. മാത്രല്ല, എനിക്കെതിരിൽ മടവൂരികൾ പറയുന്നതിനെ പോലുള്ള ശിർക്കാരോപണം എഴുതിക്കൊണ്ട് പലർക്കും മെസ്സേജ് അയച്ചു കള്ള നമ്പറിൽ നിന്നും. ഞാൻ കേസ് കൊടുത്തു, സൈബർ സെൽ ഉപയോഗിച്ച് പിടിച്ചു. എന്നിട്ട് അവസാനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇയാൾ മാപ്പ് പറഞ്ഞു. അങ്ങനത്തെ സിദ്ദീഖ്, ആ സിദ്ദീഖിന് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് മണ്ഡലം കമ്മിറ്റി പറഞ്ഞിട്ടും അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായ അബ്ദുറഹ്മാൻ സലഫിയുടെ പക്ക ഗ്രൂപ്പുകാരനായ പ്രൊഫസർ അബ്ദു, അയാള് വാശി മെമ്പർഷിപ്പ് കൊടുക്കണം. മണ്ഡലം പ്രവർത്തകർ പലവട്ടം പോയി CD ടവറില് മണിക്കൂറുകളോളം സംസാരിച്ചു, TPയോട് സംസാരിച്ചു. എന്നിട്ട് എന്താ അത് ചെയ്തതറിയോ? മെമ്പർ യൂണിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഓർഗനൈസർ നിശ്ചയിക്കാൻ തന്നെ പരിപാടി ഉണ്ട്. എന്നിട്ട് KKPക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് തളിപ്പറമ്പ് മണ്ഡലം തീരുമാനിച്ചിട്ട് അവന് മെമ്പർഷിപ്പ്, സിദ്ദീഖിന് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് തലശ്ശേരി മണ്ഡലം തീരുമാനിച്ചിട്ട് അവന് മെമ്പർഷിപ്പ്. അതിനെന്താ വെച്ചാൽ ഡോക്ടർ ബഷീറിനെ ഓർഗനൈസറാക്കി നിശ്ചയിച്ചു. അങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്തു. അപ്പോൾ പറഞ്ഞു ശരി മെമ്പർഷിപ്പ് കൊടുത്തോളി, അത് അംഗീകരിക്കരുത്. അത് പറഞ്ഞെന്താ അറിയോ? മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്യും അംഗീകരിക്കുകയും ചെയ്യും എന്നാണ്. പ്രവർത്തകർ വിഷമത്തോടെ മടങ്ങി. അപ്പോഴാണ് KNMന്റെ ഒരു പ്രവർത്തകൻ കോടതിയിൽ പോയത്. കാരണം ഒരു മടവൂരി ചാരൻ മെമ്പറായി വന്നാൽ ഓ മണ്ഡലത്തിലെത്തും, ജില്ലയിലെത്തും, സ്റ്റേറ്റിലെത്തും, സംഘടനയെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇപ്പൊ മടവൂരി ചാരൻ എന്ന് ഉറപ്പായില്ല. കഴിഞ്ഞ ആഴ്ച മടവൂരിയുടെ മീറ്റിംഗിൽ പ്രസംഗിച്ചല്ലോ. ഉമർ സുല്ലമി പറയാണ് ഇത്രേ, ഇപ്പോൾ അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അദൃശ്യ ശക്തികളെ കുറിച്ച് തർക്കിക്കാണ്. കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ തർക്കിച്ചതിനെ പറ്റിയാ. 2002 മുതൽ നിങ്ങൾ തർക്കിച്ചത് ഉമർ സുല്ലമി ഈ ജിന്നും ശൈത്താനും പറഞ്ഞിട്ടാ അല്ലേ? ആടിന് എല്ലും കഷ്ണം കിട്ടിയ പോലെ കോട്ടിലിട്ട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എത്ര കാലം നടന്നു നിങ്ങൾ? എന്നിട്ടിപ്പൊ ഞങ്ങൾ തപ്പ് തുടങ്ങിയതിലുള്ളൂ. നിങ്ങൾ വലിച്ചിട്ട് നിങ്ങൾ ചാരപ്പണി എടുത്തുണ്ടാക്കിയ പ്രശ്നം അത്. അപ്പൊ സുഹൃത്തുക്കളെ, സിദ്ദീഖ് തലശ്ശേരിക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടും മെമ്പർഷിപ്പ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ കേസ് കൊടുത്തു. സ്വാഭാവികമായും കേസിൽ കക്ഷിയായിട്ട് കക്ഷികളുടെ കൂട്ടത്തിൽ APന്റെ പേരുണ്ടാവും. അതേ ഉള്ളൂ. കേസ് കോടതിയിലെത്തി. ജഡ്ജി ചോദിച്ചെന്തായോ, ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്ക് എങ്ങനെ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തു? അപ്പൊ KNMനോട് അദ്ദൂനുള്ളതിനേക്കാളേറെ സ്നേഹം ആർക്കുണ്ട്? ആ ജഡ്ജിക്കുണ്ട്. അയാൾ ചോദിച്ചു എങ്ങനെയാണ് ഇയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്? എന്നിട്ട് അവസാനം ജഡ്ജി തീരുമാനിച്ചു ഇയാൾ ഇടയിൽ പീടിക ഇലക്ഷന്റെ അന്നയിൽ പങ്കെടുത്തോട്ടെ, പക്ഷെ വോട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓൻ വോട്ട് ചെയ്യും, മണ്ഡലത്തിൽ വരും, സ്റ്റേറ്റിലെത്തും. അവസാനം ഇപ്പൊ ഈ ചാരനെ പുറത്താക്കി. അവിടുന്ന് ഈ നിയമത്തുള്ള ഫാറൂഖിന്റെ ഈ ക്ലിപ്പ് കണ്ടില്ലേ? ഈ ക്ലിപ്പുള്ള CD പുറത്തിറക്കാൻ പാടില്ല എന്ന് അവിടുത്തെ AO മാർക്ക് ചെയ്ത് വെച്ചതാ. ഇവൻ എന്ത് ചെയ്തു? ഇവൻ അവിടുത്തെ ക്യാമറാമാൻ, KNM ക്യാമറാമാൻ എത്ര തവണ പറഞ്ഞിട്ടും അദ്വൈനെ മാറ്റിയില്ല. അത് ദുസ്വാധീനം ഉപയോഗിച്ച് അവിടെ നിർത്തി. അവസാനം നിയമത്തുള്ളാന്റെ CD പുറത്തു വിട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ചാരനെ പുറത്താക്കി. അപ്പൊ എന്തായി? പ്രവർത്തകരുടെ നിലപാട് ശരിയായിരുന്നു. എന്നിട്ട് അനസ് മുസ്ലിയാർ ഇപ്പൊ പ്രസംഗിച്ചെടുക്കാൻ എന്താ അറിയോ? KKPയെ കുറിച്ച് ഞാൻ തലശ്ശേരിയിൽ പ്രസംഗിച്ച ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇലക്ഷൻ ഉപയോഗിച്ചു. അനസ് മൗലവി, നിങ്ങൾ പറഞ്ഞത് കളവാണ്. നിങ്ങളുടെ പ്രസംഗം 3 ഭാഗമാണ്. ഒന്ന് സമസ്ത, ഒന്ന് ജമാഅത്ത്, ഒന്ന് മടവൂരി. 3 വോട്ടിലേക്കുള്ള മറുപടി. അതിൽ മടവൂരികളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗം മാത്രം CD ആക്കി. ആരെ CD ആക്കിയത്? നിങ്ങളുടെ വലം കൈയായ ഹിദായില നജ്മുദ്ദീൻ CD ആക്കിയിട്ട് തലശ്ശേരിയിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പ്രസംഗിക്കുക ഇയാള്, ഞാൻ KKPയെ കുറിച്ച് പറഞ്ഞത് മാത്രം എടുത്തു കൊടുത്തു. ആ KKPയെ പറ്റി നിങ്ങൾ ഇപ്പൊ എന്താ മിണ്ടാത്തത്? ആ മഞ്ഞ പുസ്തകത്തെ പറ്റി ഇപ്പൊ എന്താ മിണ്ടാത്തത്? ആ ഹാരിസ് ചേറൂരിനെ വെച്ചിട്ടല്ലേ കാസർഗോഡ് സലഫി കോക്കസിന്റെ വിശദീകരണം നടത്തിയത്?
അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. ഇപ്പൊ പാളയത്തിൽ പട തുടങ്ങി. ഈ ദുർബല ഹദീസും വിശദീകരിച്ച് ഈ അനീഫിയും അനസും സലഫിയും മുജാഹിദ് കേരളത്തെ നാറ്റിക്കുകയാണെന്നുണ്ട്. ഇപ്പൊ ഇതാ ഈ കെ മന്നൂർ ലേഖനം എഴുതാൻ പോവാണ്. കള്ള ഹദീസും വെച്ചിട്ട് നാറ്റിച്ച് നടക്കുകയാണെന്നും പറഞ്ഞിട്ട്. സുഹൃത്തുക്കളെ, ഈ എന്നതിൽ ശിർക്കില്ല, ആ വെളിയിൽ പ്രാർത്ഥനയില്ല എന്ന് ഞാൻ പറഞ്ഞതാ എന്നെ പുറത്താക്കിയത്. എന്നാൽ അതേപോലെ അത് പ്രസംഗിച്ച് ക്ലാസ് എടുത്ത അബ്ദുൽ ജബ്ബാർ മദീനി, അദ്ദേഹം ദമ്മാമില് ഇയാളുടെ പുതിയ നാഷണൽ കമ്മിറ്റിയിൽ അംഗാണ്. അപ്പോ പ്രശ്നം ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ട് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ കള്ളക്കളികൾ നിങ്ങൾ തിരിച്ചറിയണം. വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പഴയ ആദർശങ്ങളും പഴയ നിലപാടുകളുമായി മുന്നോട്ട് പോകണം. ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളതല്ല നമ്മുടെ തൗഹീദ്. നമ്മളെ തെറ്റിക്കുവാൻ, നമ്മളെ ഭിന്നിപ്പിക്കുവാൻ, നമ്മളെ ചിത്രിപ്പിക്കുവാൻ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും KNMന്റെയും ബാനർ ഉപയോഗിച്ച് ഒരു കോക്കസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിന്റെ ദുരന്തം വലുതായിരിക്കും. നേതാക്കന്മാര് പറഞ്ഞതല്ലേ, അവര് പറഞ്ഞു എന്താ ഈ മൂന്നാളും മാത്രമേ ഉള്ളൂ കേരളത്തിൽ, ഇവര് മാത്രം വിശദീകരിക്കണം. എന്താ നിങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ, തലശ്ശേരിയിൽ വന്നിട്ട് TP പറഞ്ഞത്? ഒരു തെളിവ് ചോദിച്ചോ? നിങ്ങൾ ചോദിക്കണം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വരികയാണെങ്കിൽ ചോദിക്കണം. ഒരു തെളിവ് നിങ്ങൾ കാണിക്കേ. ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞതിന് ഒരു തെളിവ് നിങ്ങൾ കാണിക്കെന്ന് നിങ്ങൾ ചോദിക്കണം. പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ, ഒരാളും പറയുകയുമില്ല. അങ്ങനെ വാദമുള്ളവർ ഈ പ്രസ്ഥാനത്തിനില്ലെന്ന് മാസങ്ങൾക്ക് മുമ്പ് പോലും മനസ്സുപോലെ പറഞ്ഞ ക്ലിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റുമോ? ഇത് നമ്മുടെ പരലോകത്തിന്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ ദുനിയാവിന്റെ പ്രശ്നമല്ല. ആരോടുമുള്ള വിരോധം തീർക്കാനല്ല, മറിച്ച് ഇത് ദീനിന്റെ കാര്യമാണ്. നമുക്ക് ആരോടും വിദ്വേഷമില്ല, അസൂയയില്ല, പകയില്ല. നമ്മുടെ ഈ ആദർശ പ്രസ്ഥാനം ഈ പ്രതിസന്ധിയെ മറികടക്കണം. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഒരുപാട് കാലം ശിർക്കാണെന്ന് പറഞ്ഞതൊക്കെ അവർക്കിപ്പോ ശിർക്കല്ല എന്ന് പറഞ്ഞു. അവരിപ്പോ വിചാരിക്കണ്ടാവും ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന്. ഈ മൂവർ സംഘം പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളിങ്ങനെ വരും, ഞങ്ങൾ നിങ്ങളീ പരി ഒരുപോലെ നേരിടും. ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പൊ ശിർക്കാണ് എന്ന് പറഞ്ഞ മൂവർ സംഘവും, ശിർക്കാണ് എന്നുകൊണ്ട് ഇപ്പൊ ശിർക്കല്ല എന്ന് പറഞ്ഞ മൗദൂദികളും, രണ്ടു കൂട്ടരെയും ഒരേപോലെ ഞങ്ങൾ നേരിടും. ഈ പ്രതിസന്ധിയെ ഇൻഷാ അല്ലാഹ് ഇസ്ലാഹി പ്രസ്ഥാനം മറികടക്കും. ചക്ക തിന്നുമ്പോ കുരുക്കളും തന്നെ പുറത്തുപോലെ എന്നതുപോലെ ഈ വിശദീകരണം 2 റൗണ്ട് നടന്നാൽ ഈ മൂവർ സംഘം ഇതിൽ നിന്ന് ക്ലീൻ ഔട്ട് ആവും. പിന്നെ കടവത്തൂരിൽ 4 ആളും കല്ലിക്കണ്ടി 4 ആളും ഉണ്ടാവും. കാരണം കുറെ ആൾ തെറ്റിദ്ധരിച്ച് അപ്പുറത്തേക്കാണ്. അവരൊക്കെ അങ്ങോട്ട് വരട്ടെ. അപ്പൊ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിശദീകരണം കഴിയും തോറും കുറെ കഴിയുമ്പോൾ പിന്നെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത കുറെ സാധനങ്ങൾ ഇതിൽ ബാക്കിയാവും. അപ്പൊ നിങ്ങളെ സമസ്ത നേരിട്ട് പോലെ ഞങ്ങൾ നേരിട്ടോളാം. അതിന് കടവത്തൂരും കുറച്ചാളുണ്ടാവും, കല്ലിക്കണ്ടിയിലും കുറച്ചാളുണ്ടാവും, ചെറുപ്പറമ്പിലും 4 ആളും ഉണ്ടാവും. അങ്ങനെ ഇത് അതപ്പതിച്ചു പോകാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അവിടെ കൈതെത്തുക, സത്യം മനസ്സിലാക്കി ഇതിൽ ആ തെറ്റു തിരുത്തി നമുക്ക് എന്ത് വേണം? ഐക്യത്തോടും സ്നേഹത്തോടും കൂടി മുന്നോട്ട് പോകണം. അതിനാണ് ഈ വിശദീകരണം. ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും തെറ്റിദ്ധരിപ്പിക്കാനല്ല, പക്ഷെ തെറ്റിദ്ധാരണ തിരുത്താനാണ്. ഞങ്ങളൊക്കെ ശിർക്കിലേക്ക് പോയി എന്ന് വിചാരിച്ച് എത്രയോ മുജാഹിദ് സുഹൃത്തുക്കൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ജനനി വിളിച്ച് പ്രാർത്ഥിക്കുന്ന നടക്കല്ലേ, അയ്യപ്പൻ വിളിക്കുന്ന നടക്കല്ലേ എന്നും പറഞ്ഞിട്ട് കല്ലെറുമ്പി നടക്കുന്ന ചില ആളുകളുണ്ട്. എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ജാബിർ മരിച്ചുപോയി, നമുക്കൊക്കെ മരിക്കണം. ഞങ്ങളൊക്കെ മുശ്രിക്കായി മരിക്കുന്ന അവർ വിചാരിക്കണത്. ഞങ്ങളാരും ശിർക്കിലേക്ക് പോയിട്ടില്ല. സുഹൃത്തുക്കളെ, വലിയ ആക്ഷേപം എന്താരോ ജിന്നിറക്കാൻ നടക്കുന്നു എന്നാ. ആരാ പറഞ്ഞത്? ഇസ്യാഖ് അലി കൂട്ടരും. നമ്മളെ ഇവിടുത്തെ ഒരാളും കൂടി ഉണ്ട്, ആളെ പേര് ഞാൻ പറയുന്നില്ല. കാറെടുത്തിട്ട് കുയ്യാലിൽ അലിയും ഈ പറഞ്ഞ ഇസ്യാഖ് അലിയും പിന്നെ നമ്മളെ നാട്ടിൽ തൊരുത്തനും കൂടി നാട്ടിലൊക്കെ നടന്ന് സക്കയ്യാസിലായി ജിന്നിറക്കണോ എന്നും പറഞ്ഞിട്ട് എന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളവർക്കാരി അവിടെ ജിന്നിറക്കണുണ്ടോ അല്ലേ. ഒരു കുട്ടി എന്റെ അടുത്ത് വന്നു, ഒരു കാസറ്റ് ഇട്ട് കേൾപ്പിച്ചു, ആ കുട്ടി വയലന്റ് ആയി. അപ്പൊ തൗഹീദുള്ള മുജാഹിദ് പ്രവർത്തകനാവുന്നതിനടുത്തേക്ക് ഞാൻ അയച്ചു. ഞാൻ എവിടെയെന്ന് പറയാൻ തയ്യാറാ. എപിനോട് പറഞ്ഞു, ടിപിനോട് പറഞ്ഞു, കാസർഗോഡ് ഹദീസ് സെമിനാർ പറഞ്ഞു. സംഗതി എന്താണെന്നറിയോ? അനസ് മുസ്ലിയാർ ജിന്നിറക്കിയ കുറെ വിഷയങ്ങളുണ്ട്. അനസ് മുസ്ലിയാർ സുബൈർ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു, കുടുംബത്തിൽ ജിന്നിറക്കാൻ സഹകരിച്ചു, തിരിച്ചങ്ങോട്ടിനെ കൊണ്ടാക്കി. അതിനെ സംബന്ധിച്ച് സുബൈർ ഡോക്ടർ പറഞ്ഞ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സുബൈർ ഡോക്ടർ ഇനിയും വെളിപ്പെടുത്താൻ തയ്യാറാണ്. 2010 ഹജ്ജിന് പോയപ്പോ ഇസ്യാഖ് അലി ജിന്നിറക്കി. ഞാൻ കണ്ണൂർ പറഞ്ഞു, വയനാട് പറഞ്ഞു, മിണ്ടുന്നില്ല. മിണ്ടണം ഇസ്യാഖ് അലി നിങ്ങൾ. 2010 ഒരു പെണ്ണിന് ജിന്നുബാധ,
എങ്ങനെ മനസ്സിലായി? വഹി ഉണ്ടായാലേ മനസ്സിലാവുള്ളൂ എന്നാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ. ഇസാഖലിക്കന്ന് വഹി ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ദാറുൽ ഹബീബ് എന്ന മക്ക ഇസ്ലാഹി സെന്ററിന്റെ കൗണ്ടറിന്റെ അടുത്ത് പെണ്ണിനെ ചികിത്സിക്കാം, ഓ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറയാ. ആര്? ഇസാഖലി. ആ നിഷേധിക്കും, നിങ്ങളെ തെളിവ് തരും ഞാന്. ആ നിങ്ങളെ പച്ച കള്ളം പറഞ്ഞിട്ടാ ജില്ലാ സെക്രട്ടറി സ്ഥാനം പിടിച്ചത്. 52, 57 അല്ലേ? കൗൺസിലർമാരെ ഹോട്ടലിൽ കൊണ്ടുപോയി കോഴി ബിരിയാണി വാങ്ങിക്കൊടുത്തു, അങ്ങനെ കുറച്ച് മറിച്ചു. പിന്നെ കുറച്ച് ആളുകളെ ജിന്ന് 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 എന്ന് പറഞ്ഞാൽ അങ്ങനെയും മറിച്ചു. എന്നിട്ടാണ് നിങ്ങൾ കണ്ണൂർ ജില്ല പിടിച്ചെടുത്തത്. അതിന് കൂട്ടുനിന്നവരാണ് ഇവിടുത്തെ ഈ കടവത്തൂർ പാനൂർ ഏരിയയിലെ കുറച്ച് ആളുകൾ. അവർ പ്രചരിപ്പിച്ച ജിന്ന് 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഊതി പൊറിപ്പിക്കൊന്നും വേണ്ട. അതൊക്കെ വ്യക്തമായ ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് ഞങ്ങൾ പറയും. പടവൂർ വിഭാഗം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ജിന്നും ശൈത്താനും സിഹ്റൊക്കെ നിങ്ങൾ ഇത്രയും കാലം കേന്നമ്മിന് അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് കണ്ടിരുന്നത്. അത് നിങ്ങൾ ഒഴിവാക്കണം. ഇതൊരു ദീനീ വിഷയമാണ്, നിങ്ങൾ പഠിക്കണം. എന്താണ് തർക്കമെന്ന് ദീനീ വിഷയം പഠിക്കുന്ന ഗൗരവത്തോട് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം നിങ്ങൾ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ദീനീ വിഷയങ്ങൾ പഠിച്ച് ഉള്ളതുപോലെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിച്ച് അത് പ്രബോധനം ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനം ഇനിയും വളരാൻ പാടില്ല. ഈ പ്രസ്ഥാനത്തെ പുലർത്താൻ ഈ മൂവർ സംഘത്തെ നിങ്ങൾ അനുവദിക്കരുത്. ഞാൻ പുറത്തു നിൽക്കാം, എനിക്ക് പ്രശ്നമല്ല. ഒരുപാട് ആൾ പുറത്തു വരാൻ തയ്യാറാണ്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി ഈ പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാകരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മൂവർ സംഘത്തെയും അവർക്ക് ഓശാന പാടുന്ന നമ്മുടെ നാട്ടിൽ ആരൊക്കെയുണ്ടോ അവരെയും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പരലോകത്തിന്റെ കാര്യമാണ്, ദുനിയാവിന്റെ കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും നാളെ റബ്ബിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കേണ്ടതുണ്ട്. റബ്ബിന്റെ കോടതിയിൽ നാം ഹാജരാക്കപ്പെടുന്നു. ശരിയായ വിശ്വാസവും ശരിയായ കർമ്മവും ഉണ്ടെങ്കിലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു നേതാവും അവിടെ നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. ഒരു മെമ്പർഷിപ്പ് കൊണ്ടും നമ്മൾ അവിടെ രക്ഷപ്പെടുകയില്ല. ശരിയായ വിശ്വാസം, ശരിയായ കർമ്മം, അതിനുവേണ്ടി നാം അധ്വാനിക്കുക. അറിയാത്തത് അറിവുള്ളവരോട് ചോദിക്കുക. ആളുകളെ പറ്റി ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഒഴിവാക്കുക. ശിർക്കാരോപണം ഗുരുതരമായ ആരോപണമാണ്. അതുകൊണ്ട് ഹനീഫിനോടും അനസ് മുസ്ലിയാരോടും എനിക്ക് പറയാനുള്ളത്, ഈ ശിർക്കാരോപണത്തിൽ നിങ്ങൾ പിന്തിരിയണം. അബ്ദുറഹ്മാൻ സലഫിക്ക് ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് നിന്നുകൊടുത്ത് ഈ തൗഹീദ് പ്രസ്ഥാനത്തിലെ ഏതാനും ആളുകൾ മാത്രമാണ് ഈ ഗണ്ണന പ്രസംഗത്തിനും വാദപ്രതിവാദത്തിനൊക്കെ ഉള്ളത്. അവരെ രണ്ടു ചേരിയാക്കുക എന്നത് അബ്ദുറഹ്മാൻ സലഫിയുടെ ആജീവനാന്ത ആഗ്രഹമായിരുന്നു. അത് നടന്നു. ഇനിയും പിളർത്താനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദുരുദ്ദേശങ്ങൾക്ക് വഴങ്ങി ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കരുത്. പല ഇസ്ലാഹി സെന്ററുകളും കത്തയച്ചിട്ടുണ്ട്, KNM-നും KJU-വിനും. അബ്ദുറഹ്മാൻ സലഫി എന്ന ഒരൊറ്റ വ്യക്തിയെ പുറത്തിട്ടാൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെട്ടു. പക്ഷെ അത് വിചിന്തനത്തിൽ അച്ചടിച്ചു വരുന്നില്ല. സക്കരിയ സലാഹിയെ പുറത്താക്കിനെ സ്വാഗതം ചെയ്തു. കാരണം കോക്കസിന്റെ കയ്യിലാണ് വിചിന്തനൊപ്പുള്ളത്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് അത് പരിത്യജിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആവശ്യമെങ്കിൽ ഇനിയും ഈ വിശദീകരണം നമുക്ക് നടത്താവുന്നതാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, മനസ്സിലാക്കുക. കഴിഞ്ഞ വിശദീകരണങ്ങളുടെ CD അവിടെയുണ്ട്. സലഫി പ്രവർത്തനോട് സ്നേഹപൂർവ്വം എന്ന പുസ്തകം അവിടെയുണ്ട്. അത് വാങ്ങുക, വായിക്കുക, ശാന്തമായി കാര്യങ്ങളെ വിലയിരുത്തുക. പക്ഷപാതിത്വമില്ലാതെ കാര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.